ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ക, ഗ, ഘ, ഘ, ങ, ച, ച, ജ, ഇജ, ഞ, ട, ഡ, ഢ, ഇഡ, ണ. പിന്നീട് ഏതാ പഠിച്ചേ? ത, ധ, 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 ന. ഫ, ഫ. ഇതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓക്കെ, കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതുവരെ പഠിച്ചു? ഫ വരെ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം ഭ. ഏതാ ഇന്ന് പഠിക്കുന്നേ? ഭ. ഭ എങ്ങനെ എഴുതുന്നെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ, ഭ എങ്ങനെ എഴുതുന്നേ? നമ്മൾ എന്തോ ചെയ്യണം? ആദ്യം ചെറിയൊരു വട്ടം വരക്കാം, ചെറിയൊരു സർക്കിള്. എന്നിട്ട് എന്തോ ചെയ്യണം? ആ സർക്കിള് നമ്മളൊന്ന് കറക്കി എന്തോ ചെയ്യണം അറിയോ? റ അല്ലേ? അതിനോട് ചേർന്ന് എഴുതി. വീണ്ടും എന്തോ ചെയ്യണം? അതിനോട് ചേർന്ന് ഒരു റായും കൂടി എഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണം? അതിനെ നമ്മള് ഇവിടുന്ന് ഇതാ നീട്ടി വരക്കുക. നീട്ടി വെച്ചാൽ ഇത്തിരി നീട്ടി വരക്കുക. എന്നിട്ട് അതിനെ മുകളിലോട്ട് എഴുതാം. നമ്മൾ പാന്ന് എഴുതാമ്പോ ഇങ്ങനെ എഴുതി ഇവിടുന്ന് വന്നിട്ട് മുകളിൽ എഴുതില്ലേ? അങ്ങനെ അതുപോലെ ഒന്ന് ചെറുതായി വരച്ച് വീണ്ടും അതിനെ മുകളിലോട്ട് എഴുതുക. എന്തുവായി? വ്യഞ്ജനാക്ഷരം ബ. ശ്രദ്ധിച്ചു നോക്കി. ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെറിയ വട്ടം, സർക്കിള്. ഓക്കെ ആണോ? ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെറിയ സർക്കിള് വരച്ചു കൊടുക്കുക, വട്ടം. എന്നിട്ട് എന്തോ ചെയ്യണം? ആ വട്ടം നമ്മൾ ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യണം? ഇവിടുന്ന് തുടങ്ങി കറക്കി ഒരു റ. ഓക്കെ, എന്തോ ചെയ്തു? ആ വട്ടം ഇങ്ങനെ കറങ്ങി നമ്മൾ എന്തോ ചെയ്തു? ഇവിടുന്ന് തുടങ്ങി താഴെന്ന് മുകളിൽ നിന്ന് വന്ന് വീണ്ടും താഴത്തോട്ട് ഒരു റ. പിന്നീട് എന്തോ ചെയ്തു? വീണ്ടും നമ്മൾ എന്തോ ചെയ്യുന്നു? അതിനോട് ചേർന്ന് വീണ്ടും ഒരു റ എഴുതി. ഓക്കെ, എന്തോ ചെയ്തു? വീണ്ടും ഒരു റ എഴുതി. എന്നിട്ട് അതിന് എന്തോ ചെയ്തു? നമ്മൾ ഏതാ ഇവിടുന്ന് നീട്ടി വരച്ചു, ഇവിടുന്ന്. എന്നിട്ട് എന്തോ ചെയ്തു? ചെറുതായിട്ട് നീളത്തില്. എന്നിട്ട് ആ വരച്ചതിനെ നമ്മള് മുകളിലോട്ട് വീണ്ടും എഴുതി. ഓക്കെ, ബാ. ഇവിടുന്ന് ഇങ്ങനെ എഴുതും. എന്നിട്ട് എന്തോ ചെയ്യണോ? മുകളിലോട്ട്. ഏതായി? വ്യഞ്ജനാക്ഷരം ബ. ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണം? ഒരു ചെറിയ വട്ടം വരക്കാം. എന്നിട്ട് എന്തോ ചെയ്യണോ? ആ വട്ടം ഇങ്ങനെ കറങ്ങി എന്തോ ചെയ്തു? ഇതിലൂടെ വന്ന് നോക്കിട്ടെ, ഇവിടുന്ന് മുകളിലോട്ട് കറങ്ങി താഴത്തോട്ട് വന്നു അല്ലേ? വീണ്ടും എന്തോ ചെയ്തു? അതിനെ നമ്മള് ഇവിടുന്ന് തുടങ്ങി വീണ്ടും അതേപോലെ മുകളിൽ നിന്ന് തുടങ്ങി കറങ്ങി വന്ന് താഴത്തോട്ട് വന്നു. ഓക്കെ, ആ താഴത്തോട്ട് വന്നതിനെ നമ്മൾ എന്തോ ചെയ്തു? അവിടുന്ന് ചെറുതായിട്ട് അതിനൊന്ന് നീട്ടി വരച്ചു അല്ലേ? എന്നിട്ട് എന്തോ ചെയ്തു? ആ നീട്ടി വരച്ചതിനെ നമ്മൾ വീണ്ടും എന്തോ ചെയ്തു? ഇവിടുന്ന് മുകളിലോട്ട് വരച്ചു കൊടുത്തു അല്ലേ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം ബ. ശ്രദ്ധിച്ചു നോക്കേ. ആദ്യം നമ്മള് ഒരു വട്ടം വരച്ചു. വട്ടത്തിനെ നമ്മൾ എന്തോ ചെയ്തു? വട്ടത്തിനെ കറക്കി അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി അത് താഴത്തോട്ട് വന്നു.
പിന്നീടും എന്തോ ചെയ്തു, അതിനെ വീണ്ടും നമ്മളിതാ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോയി വീണ്ടും അത് കറങ്ങിതാ താഴത്തോട്ട് വന്നു. താഴത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് എന്തോ ചെയ്തു, അത് അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് പോയി ചെറുതായിട്ടൊന്ന് നീട്ടിപ്പോയി അല്ലേ, നീട്ടി വരച്ചില്ലേ. എന്നിട്ട് എന്തോ ചെയ്തു, അതിനെ നമ്മൾ എന്തോ ചെയ്തു, വീണ്ടും മുകളിലോട്ട് വരച്ചു. ബാ, വ്യഞ്ജനാക്ഷരം ബാ. ശ്രദ്ധിച്ചു നോക്കേ, ചെറിയൊരു വട്ടം കറങ്ങി ദാ ഇങ്ങനെ താഴ്ന്ന് തുടങ്ങി ഇങ്ങനെ മുകളിലോട്ട് വന്നു, വീണ്ടും താഴത്തോട്ട് വന്നു അല്ലേ. അത് വീണ്ടും എന്തായി, അതേപോലെ ഇങ്ങനെ ഇതാ പോയി കറങ്ങി മുകളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്നു. എന്നിട്ട് എന്തോ ചെയ്തു, ഇതിന് നീട്ടി വരച്ചു ചെറുതായിട്ട് അല്ലേ, ഒരു വര കൊടുത്തു. വീണ്ടും ആ വര എന്ത് ചെയ്തു, അത് അവിടുന്ന് മുകളിലോട്ട് പോയി. അതിന് നിക്കണ്ടേ, ബാ. മനസ്സിലാവുന്നുണ്ടോ? ചെറിയൊരു സർക്കിള് വരക്കാം. എന്നിട്ട് എന്തോ ചെയ്യാ, ഇങ്ങനെ. പിന്നീട് എന്തോ ചെയ്തു, ഇങ്ങനെ വരച്ച് അതിനെ നീട്ടി വരച്ച് വീണ്ടും മുകളിലോട്ട് എഴുതി. മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ഏതാ വ്യഞ്ജനാക്ഷരം ബാ? ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നെന്താ പഠിക്കുന്നേ? വ്യഞ്ജനാക്ഷരം ബാ. ബുക്ക് എടുത്ത് ഒന്ന് എഴുതി നോക്കി. അതെങ്ങനെ ചെയ്യണം, ഒരു ചെറിയ വട്ടം വരക്കാം. ചെയ്തോ? എന്നിട്ട് എന്തോ ചെയ്യണം, ആ വട്ടത്തുനിന്ന് തന്നെ കറങ്ങി കൈവിടാതെ ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ റാ എഴുതുന്നില്ലേ, അത് കറങ്ങി എഴുതിയോ? എന്തോ ചെയ്യണം, ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി അതിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് എഴുതി. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്തോ ചെയ്യണം, ഇവിടെ വീണ്ടും നമ്മൾ എന്തോ ചെയ്യണം, ആദ്യതാ ഇതേപോലെ നമ്മൾ റാ എഴുതുന്നില്ലേ, അത് തന്നെ ഇതിൽ നിന്ന് തുടങ്ങിയതാ ഇങ്ങനെ വന്ന് താഴത്തോട്ട്. മനസ്സിലായോ? എന്നിട്ട് എന്തോ ചെയ്തു, ഇതാ ഇവിടുന്ന് ഇതിനെ നമ്മൾ നീട്ടി എഴുതി അല്ലെ. ഇതാ ഇവിടുന്ന് വലുതായിട്ടല്ല, ചെറുതായിട്ട്. എന്നിട്ട് എന്തോ ചെയ്തു, ആ നീട്ടിയതിനെ അവിടുന്ന് മുകളിലോട്ട് എഴുതി അല്ലേ. ഇവിടുന്ന് മുകളിലോട്ട്, ഇവിടുന്ന് മുകളിലോട്ട്. ഓക്കെ, ഏതാ വ്യഞ്ജനാക്ഷരം ബാ? മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? പറഞ്ഞോണ്ട് എഴുതുക, കൈവിടാതെ ഒന്ന് എഴുതി നോക്കിയ. സർക്കിള്, അത് കറങ്ങി റാ, വീണ്ടും എന്താ, അത് കറങ്ങി റാ വന്നു, അതിനെ താഴെ ചെറുതായിട്ട് വരച്ചു, അതിനെ മുകളിലോട്ട് വരച്ചു. ഓക്കെ, വ്യഞ്ജനാക്ഷരം ബാ ഇങ്ങനെ എഴുതും, കൈവിടാതെ എഴുതുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാ കൈവിടാതെ എഴുതുക? ഇങ്ങനെ വന്ന് ഇങ്ങനെ. മനസ്സിലായോ? ഇന്നെന്താ പഠിച്ചത്? വ്യഞ്ജനാക്ഷരം ബാ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.